ഇതിനകത്ത് യാതൊരു സത്യവും ഇല്ല. ഇത് എവിടുന്ന് കിട്ടിയ അറിവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ചിരി വരുന്നു ഇത് കേട്ടിട്ട്. ഞാനിതൊന്നും ഈ സോഷ്യൽ മീഡിയ അധികം നോക്കാറില്ല. കാരണം അനാവശ്യമായിട്ടുള്ള മോശം ഭാഷയിലൊക്കെയുള്ള കുറേ കമൻസൊക്കെ വരുന്നതുകൊണ്ട് അത് ഞാൻ ശ്രദ്ധിക്കാറേയില്ല. ഈ അഖിൽമാരാരെ പറ്റി ഇങ്ങനെ കേട്ടറിവേ ഉള്ളൂ, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എന്തായാലും അഖിൽമാരാരെ പറ്റി നിങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ അറിയാമായിരിക്കുമല്ലോ. കൊച്ചു പയ്യനാണ്, എവിടെയായിരുന്നു, എങ്ങോട്ടൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു എന്നുള്ളത്. എന്തായാലും അഖിൽമാരാർക്ക് പാർട്ടിക്കാരാരെങ്കിലും CPMകാരോ എഴുതി കൊടുത്ത വിവരങ്ങളാണോ ഈ പറയുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്നെ അല്പമെങ്കിലും അറിയാമെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിലും ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഇങ്ങനെ ഒരു കമൻറ്റോ പറയത്തില്ല. കാരണം അത് അവനോനെ ഒന്ന് തിരിഞ്ഞു നോക്കണം. അഖിൽമാരാർ എവിടെയായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ എങ്ങോട്ട് പോയി, എന്താണ് ഇപ്പോൾ സംഭവിച്ചത്, ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അഖിൽമാരാർക്ക് മാത്രം അറിയാവുന്ന കാര്യം, എനിക്കറിയുന്ന കാര്യമല്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞ്, മുഖ്യമന്ത്രിയെ കാണാൻ എന്ത് ബാലഗോപാൽ സാവ് ഇടയ്ക്കിടയ്ക്ക് വന്ന് പാർട്ടിക്കാരി അല്ലെന്ന് പറയരുതെന്ന് പറയും. അത്രയേ ഉള്ളൂ. കാരണം അല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ദോഷമാവുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ശരി, ഞാൻ അതെല്ലാം ഓൾറെഡി വിവരിച്ച് കഴിഞ്ഞതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടെന്ന് ഇനി പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഒരു കുറേ കാലം MLA ഒക്കെ ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന പദ്ധതികളിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് പേരൊക്കെ എഴുതി വെച്ച് ഒന്ന് കൺസിഡർ ചെയ്യാമല്ലോ. അവിടെ ഇരുന്ന കൊട്ടാരക്കരയിൽ മത്സരിക്കാൻ കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി നിന്ന ഒരാളായിരുന്നു എന്നാണ് നേരത്തെ മുതൽ അദ്ദേഹത്തിന്റെ പേരൊക്കെ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഐഷ പോറ്റിയുടെ കോൺഗ്രസ് പ്രവേശനം. അതാണോ ഈ ചെറുപ്പക്കാരനെ ചൂടിപ്പിച്ചത് ഇങ്ങനെ പറയിക്കാൻ കാരണം, അതോ എന്തെങ്കിലും ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണോ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് അയാൾ നടത്തിയത്? ഇതൊരു ഗൂഢാലോചന തന്നെയായിരിക്കും, സംശയമേ ഇല്ല. കാരണം ഇതിൻ്റെ പിന്നിൽ CPM തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 15 കൊല്ലം MLA എന്നൊക്കെ പറഞ്ഞ് അല്ല, ജില്ലാ പഞ്ചായത്ത്, അതിൽ 5 വർഷം പ്രസിഡന്റിന് പുള്ളിക്ക് എന്തറിയാം? 2005 വരെയുള്ള സമയം മാത്രമേ ജില്ലാ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ടേണ്, പിന്നെ 6 മാസം. ഇതൊന്നും അറിയാൻ വയ്യാതെ ചുമ്മാ ആരോ എഴുതി കൊടുത്തത്. ഇത് ഗൂഢാലോചന തന്നെയാണ്. ഇത് അഖിൽമാരാരൻ എന്നെ പറ്റിയോ എൻ്റെ ചരിത്രമോ ഒട്ടും അറിയാത്ത ആളാണ്. ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അഖിൽമാരാർ എന്താ ചെയ്തതെന്ന് അഖിൽമാരാർ ചിന്തിച്ചാൽ ഈ സമൂഹത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. ഐഷ പോറ്റിയെ അറിയാം, എന്താണെന്നുള്ള ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം, ഇവിടുത്തെ മാധ്യമങ്ങൾക്കും അറിയാം. അതൊക്കെ എത്ര വർഷം കൊണ്ടേ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും അറിയാം. പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കാൻ ഞാൻ അറിഞ്ഞ കാര്യം പോലും അല്ലത്. അതിനകത്തൊരു പോറ്റി എന്നൊരു പരാമർശം കൂടെ നടത്തി. അതൊക്കെ ഒരു മോശമല്ലേ? ഒരു പോറ്റിയേക്ക് അങ്ങനെ വന്നപ്പോൾ അടുത്ത പോറ്റി വേണ്ട, ആരാണ് അഖിൽമാരാരോട് പറഞ്ഞ്? അഖിൽമാരാരിന് എവിടുന്ന് കിട്ടിയ ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നെ ശരിക്കും പറഞ്ഞാൽ വളരെ മോശപ്പെട്ടൊരു കാര്യമാണ്. അത് എന്താ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ചെയ്യും. അല്ല, അതെന്താ ഞാൻ പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് അതൊരു മോശമായ പരാമർശം, പച്ച കള്ളം ഇങ്ങനെ പറയരുത്. എന്നെ ബന്ധിക്കുന്നതോ എന്നോട് ആരെങ്കിലും പറഞ്ഞതോ ഒന്നുമല്ല ഇത്. ബാലഗോപാൽ സാവൊക്കെ വല്ലപ്പോഴും വരുമ്പോൾ കാണും, പോകുന്നൊന്നോ ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. അതുമായിട്ട് ഈ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പച്ചക്കള്ളമല്ലേ, സത്യമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യമല്ലേ പറയും. ഒരിക്കലും ഒരു കാര്യം പോലും, ഒരു വാക്ക് പോലും ആരും എന്നോട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ അവർ പാർട്ടിക്കാരോടോ പറഞ്ഞ് പരത്തുന്നതാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. അത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ്. ഒരിക്കലും എന്നോട് ആരും പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി ഒരു ദിവസം കണ്ടിരുന്നപ്പോൾ പറഞ്ഞ ക്രൂഷ്യൽ ടൈമാണെന്നൊരു വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. എന്താ കാര്യമെന്നോ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എന്നോട് ഒരു കാര്യങ്ങൾ ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ പറഞ്ഞെന്ന് പറയണം. അഖിൽമാരാരൻ എവിടുന്ന് കിട്ടി ഇങ്ങനെയൊക്കെയുള്ള വിവരം? അത് ആരോ എഴുതി കൊടുത്ത് പറയിപ്പിക്കുക തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന തന്നെയാണെന്നുള്ളതിന് ഒരു സംശയമില്ല.